എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് പലരും പറയുന്ന കാര്യമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പെർഫ്യൂം വേണം, നല്ല പെർഫ്യൂം ആയിരിക്കണം, സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പെർഫ്യൂംസ് കൂടി പരിചയപ്പെടുത്താൻ പലരും പറയുന്നുണ്ട് കമൻസിൽ. ഇപ്പം ഓൾറെഡി ഞാൻ അത്യാവശ്യം വാങ്ങേണ്ട കുറച്ച് ബഡ്ജറ്റ് പെർഫ്യൂംസിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായും വാങ്ങിയിരിക്കേണ്ട ഒരു ബഡ്ജറ്റ് പെർഫ്യൂമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ പെർഫ്യൂം ഇതാണ്, ലത്താഫ കംറ. ഇത് നിങ്ങളിൽ പലരുടെ കയ്യിലും ഉണ്ടായിരിക്കും. ഇത് വാങ്ങിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റിവ്യൂ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് എനിക്കിത് പറയാനുള്ളത്. ഇപ്പോൾ ലത്താഫ കംറ എന്നുള്ള ഈ ഒരു പെർഫ്യൂം ഒരു ക്ലോണാണ്. ക്ലോൺ ആണോ എന്ന് ചോദിച്ചാൽ ക്ലോൺ ആണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇത് കിലിയൻ ഏഞ്ചൽസൺ ഷെയർ എന്നുള്ളൊരു പെർഫ്യൂമിൻ്റെ ക്ലോണാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ശരിക്കും എക്സാക്ട് ക്ലോൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് ക്ലോൺ അല്ല. ഏഞ്ചൽസൺ ഷെയറിൻ്റെ ആ ഒരു DNA ഷെയർ ചെയ്തു എന്ന് മാത്രം, ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ പെർഫ്യൂം വാങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ക്ലോൺ ഞാൻ കൂടുതൽ വാങ്ങാറില്ല. കാരണം പലപ്പോഴും ക്ലോണിൻ്റെ മണമെന്ന് വെച്ചാൽ സിന്തറ്റിക് ആവാറുണ്ട്. അപ്പോൾ ഇത് കിലിയൻ ഏഞ്ചൽസൺ ഷെയറിൻ്റെ ക്ലോൺ ആണെന്ന് പറയുകയും എന്നാൽ അതുമായിട്ട് പറയത്തക്ക ബന്ധമില്ല. അതുകൊണ്ട് തന്നെ രണ്ടും ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് ഇത് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് വാങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർഫ്യൂം 2022 ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ പാക്കേജിങ്, പല നീഷ് പെർഫ്യൂമിനും കണ്ടിട്ടില്ലാത്ത ഗംഭീരമായിട്ടുള്ളൊരു പാക്കേജിങ് ആണ് പെർഫ്യൂം ഈ ഒരു പെർഫ്യൂം ബോക്സിനുള്ളത്. അസാധ്യമായിട്ടുള്ളൊരു പാക്കേജിങ്, കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള നല്ല അടിപൊളി പാക്കേജിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. കംറ ലത്താഫ കൂടെ കൊടുത്തിട്ടുണ്ട്. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും 100 ml ഓടെ പെർഫ്യൂം കോൺസെൻട്രേഷനാണ്. മെയ്ഡ് ഇൻ UAE കാണുന്നുണ്ടോ? മെയ്ഡ് ഇൻ UAE. ഇവിടെ ലത്താഫയുടെ ലോഗോ, ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലൊന്നും പിന്നെ ഇത്രയാണ് ഇതിൻ്റെ പാക്കേജിങ്. ഇത് കട്ടിയുള്ള ബോക്സാണ്. താഴെ ഒരു വുഡൻ ഫിനിഷിങ്ങോട് കൂടിയ താഴെ ഒരു ബോക്സ്. ഇതാണ് എൻ്റെ ഒരു ബോക്സിൻ്റെയൊക്കെ ഒരു ഡിസൈൻ. കാണുന്നുണ്ടോ? തൽക്കാലം ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ബോട്ടിൽ ഡിസൈൻ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതല്ല, ഏഞ്ചൽസൺ ഷെയറിൻ്റെ അതേ രീതിയിലാണ് ഇതിൻ്റെ ബോട്ടിൽ ഡിസൈനൊക്കെ വെച്ചിട്ടുള്ളത്. ഒരു ഗ്ലാസ് ഫിനിഷിങ്ങോട് കൂടിയ ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന മദ്യം നിറഞ്ഞിരിക്കുന്നൊരു ഗ്ലാസ്, അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ബോട്ടിൽ ഡിസൈൻ. ജ്യൂസിൻ്റെ കളറ് ഒരു കട്ടൻ കാപ്പിയുടെ ഒരു കളറാണ്. നേരിട്ട് കാണുമ്പോൾ ആ ഒരു കളറായിരിക്കും. താഴെ സ്റ്റിക്കറും കാര്യങ്ങളും. ഇവിടെ പെർഫ്യൂം മെയ്ഡ് ഇൻ UAE. ഇവിടെ ലത്താഫയുടെ മെറ്റലിലുള്ള ഒരു പ്ലേറ്റിംഗ്. ഇവിടെ ലത്താഫ കംറ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് എൻ്റെ ബോട്ടിൽ ഡിസൈനും കാര്യങ്ങളും. ക്രിസ്മസിന് തലേ ദിവസമാണ് ഈ സാധനം വന്നത്. അപ്പോൾ ആകെ 1-2 തവണ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. വിശേഷങ്ങൾ ഞാൻ പറയാം. അപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കാം. ഫ്രാഗ്രൻസസ് എന്ന് പറഞ്ഞത് വാങ്ങിയത്. എനിക്കിത് അത്യാവശ്യം നല്ലൊരു ഓഫറിൽ കിട്ടി. ഒപ്പം ഒരു സാമ്പിളും തന്നു. അത് ഏതിൻ്റെ? അത് ലത്താഫയുടെ തന്നെ, സുക്രാത്ത് എന്നാണോ? ഓക്കെ, സുക്രാത്ത്. ഇത് ഞാൻ പറയാം റിവ്യൂ. ഇതിൻ്റെ മണമെന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഞാനിത് സ്മെല്ല് ചെയ്തപ്പോൾ എനിക്ക് എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ബോട്ടിലിനുള്ളിൽ കൊടുത്തിരിക്കുന്ന നോട്ടും അല്ലെങ്കിൽ ആ ഒരു മണമെന്ന് പറയുന്നത് നീഷ് പെർഫ്യൂമിൻ്റെ ക്വാളിറ്റി ഉള്ള ഒരു ജ്യൂസാണ്. ഈ ഒരു ജ്യൂസ് ഇപ്പോൾ ടോം ഫോർഡിൻ്റെയോ അല്ലെങ്കിൽ പെർഫ്യൂസ് ഡേ മാർലി അതുപോലെ നീഷ് പെർഫ്യൂമിനാണ് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും 10-20,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഒരു ജ്യൂസാണ് ഈ ഒരു ചീപ്പ് ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു പെർഫ്യൂമിൽ നമുക്ക് കിട്ടുന്നത്. നല്ല നീഷ് ക്വാളിറ്റി ഉള്ളൊരു ജ്യൂസ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് അല്ല. എനിക്ക് സിന്തറ്റിക് പെർഫ്യൂമിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഈ ഒരു പെർഫ്യൂം സിന്തറ്റിക് അല്ല, നാച്ചുറലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
പിന്നെ നോട്ട് എന്ന് പറയുന്നത് ഫ്രാഗ്രൻറ്റിക്ക് കുറേയേറെ നോട്ട് കൊടുത്തിട്ടുണ്ട്. സിനമൺ, ടോഗാബീൻ, വാനില, പിന്നെ പ്രാലൈൻ, പിന്നെ ബെർഗമോട്ട്, അങ്ങനെ കുറേയേറെ നോട്ട് കൊടുത്തു വാനില. അപ്പോൾ എനിക്കിത് സ്മെല്ല് ചെയ്തപ്പോൾ എനിക്ക് 2-3 പെർഫ്യൂം എന്നെ റിമൈൻഡ് ചെയ്തു. ഒന്ന്, അർമാനി സ്ട്രോങ് വിത്ത് യു അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ ഇൻറ്റൻസ്ലി, അതിൻ്റെ മണം. അതോടൊപ്പം തന്നെ അസാറോ വാൻഡഡ് ബൈ നൈറ്റ് മോസ്റ്റ് വാൻഡഡ് ആണെന്ന് തോന്നുന്നു, ആ ഒരു ടോഫി കാരമൽ നോട്ടുള്ളത്. ഇത് രണ്ടിൻ്റെയും സമ്മിശ്രമാണ് ഈ ഒരു പെർഫ്യൂം. ഇപ്പോൾ ഏകദേശം DNA മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു സ്വീറ്റ് പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്ലൈൻഡായിട്ട് വാങ്ങാൻ പറ്റുന്നൊരു പെർഫ്യൂമാണ് ഞാൻ പറയുന്നത്. ബ്ലൈൻഡായിട്ട് വാങ്ങാം സ്വീറ്റ് പെർഫ്യൂമിനോട് താല്പര്യമുള്ളവർക്ക്. കാരണം സ്ട്രോങ് വിത്ത് യു അബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സ്വീറ്റ് പെർഫ്യൂമാണ്. അതിനോടൊപ്പം അസാറോ വാൻഡഡ് ബൈ നൈറ്റിൻ്റെ ആ ഒരു DNA ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വർത്താണ്. സ്വീറ്റ് പെർഫ്യൂമാണ് നോക്കുന്നതെങ്കിൽ ഇത് വർത്താണ്. ഒരു യൂണിസെക്സ് ആണ് ഈ ഒരു പെർഫ്യൂം, 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം. ഞാനിത് ട്രൈ ചെയ്തത് ക്രിസ്മസിൻ്റെ ഒരു തലേ ദിവസം കേക്കും വൈനൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്ന ആ ഒരു വൈകുന്നേരം സമയത്ത്, രാത്രി 7 മണിക്കൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്തത്. ഒന്ന് അടിച്ചു നോക്കി. അപ്പോൾ ബേക്കറി ചെന്നപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മണം കാരണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആൾക്കാർ നോട്ടീസ് ചെയ്യും. ആൾക്കാർ തീർച്ചയായും നിങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യും. കോംപ്ലിമെൻറ്റ് തരുന്നൊരു DNA ആണ്. ഓപ്പണിങ്ങിൽ ഞാൻ പറഞ്ഞ ആ ഒരു സിനമൺ, ടോഫി, കാരമൽ, വാനില, ടോഗബീൻ, ഹണി, അതൊക്കെയാണ് ആ ഒരു നോട്ടിൽ ഓപ്പണിങ് കിട്ടുന്നൊരു നോട്ട്. അത് കഴിഞ്ഞ് ഡ്രൈ ഡോണിൽ വരുമ്പോൾ ഒരു വാം സ്പൈസി ആയിട്ടുള്ള ആ ഒരു നോട്ട് വരും. ഡ്രൈ ഡോൺ വരുമ്പോൾ ഒരു കുക്കീസ്, ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു ഗുർമോ ടൈപ്പ് സ്മെല്ലായിട്ട് മാറും. ഇത് ബേസിക്കലി ഒരു ഗുർമോ ടൈപ്പ് സ്മെല്ല് തന്നെയാണ്. നമുക്ക് വിശപ്പ് തോന്നിപ്പിക്കുന്ന ഒരു DNA ആണ്. സ്വീറ്റ്, കാരമൽ, അതൊക്കെയാണ് അതിൻ്റെ നോട്ട് വരുന്നത്. നിങ്ങൾക്ക് എല്ലാ സ്വീറ്റ് നോട്ട്, ഞാൻ ഈ പറഞ്ഞ കാരമൽ ആണെങ്കിലും വാനില ഐസ്ക്രീം ആണെങ്കിലും പ്രാലൈൻ, പിന്നെ ടോഫി, ടോഗാബീൻ, ബിസ്ക്കറ്റ്, ഇതൊക്കെ ചേർന്നിട്ടുള്ളൊരു നോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് DNA മനസ്സിലായിട്ടുണ്ടല്ലോ. എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്വീറ്റ്, ഹണി, സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗുർമോ ടൈപ്പ് പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. സ്പൈസിയൊക്കെ ചെറുതായിട്ടുള്ള സ്പൈസി ഉള്ളൂ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ. ഡ്രൈ ഡോണിൽ അടിപൊളിയാണ്. കാരണം ആ ഒരു ബിസ്ക്കറ്റിൻ്റെയും വാനില ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു മണം വരും ഡ്രൈ ഡോണിൽ. അപ്പോൾ ഡ്രൈ ഡോൺ ഗംഭീരമാണ്. ഇനി ഇതിൻ്റെ ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹോളിഡേ സീസണിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വൈകുന്നേരം സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പെർഫോമൻസ് മോൺസ്റ്ററാണ് കേട്ടോ. നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ്. കളക്ഷനിൽ തീർച്ചയായും ഉണ്ടാവണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് ചേരുന്ന ഒരു സ്വീറ്റ് പെർഫ്യൂമാണ്. പൊതുവെ അറബിക് പെർഫ്യൂംസ് ഫ്രഞ്ച് പെർഫ്യൂമിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഫ്രഞ്ച് പെർഫ്യൂമിനെ അപേക്ഷിച്ച് അറബിക് പെർഫ്യൂമിനാണ് കൂടുതൽ നേരം ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനൊക്കെ തരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലും ലോങ്ജിവിറ്റിയുടെ കാര്യത്തിലും സിയാഷിൻ്റെ കാര്യത്തിലും ഒരു പ്രശ്നമില്ല. കുറേ നേരം വരെ അത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല സെൻഫ്ലൗഡ് രൂപപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലോങ്ജിവിറ്റിയും ഉണ്ട്. ഷീട്ടിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞാൽ ആ ഷീട്ടിലൊരു മണം കിട്ടുന്നുണ്ട്. വിയർപ്പിൻ്റെ ഒരു ദുർഗന്ധമോ അല്ലെങ്കിൽ മറ്റ് മണങ്ങളൊന്നും വരാതെ ഈ ഒരു മണം തന്നെ ഷീട്ടിൽ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ലോങ്ജിവിറ്റി ഗംഭീരമാണ്. മണം ഞാൻ പറഞ്ഞു തുടക്കത്തിൽ നീഷ് പെർഫ്യൂമിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു DNA. കിലിയൻ ഏഞ്ചൽസ് ആൻഡ് ഷീർ എന്നുള്ള പെർഫ്യൂം ഏകദേശം 10,000-20,000 12,000 രൂപ വരെ വരുന്നൊരു പെർഫ്യൂമാണ്. നിങ്ങൾക്ക് അതൊന്നും വാങ്ങാൻ ബഡ്ജറ്റില്ലെങ്കിൽ ഇത് വാങ്ങുക. അതുപോലെ തന്നെ അർമാനിൻ്റെ സ്ട്രോങ് വിത്ത് യു വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ളവർ ഇത് വാങ്ങുക. മോസ്റ്റ് വാൻഡഡ് വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ഇത് വാങ്ങാം. അതായത് നിങ്ങൾ ശരിക്കും 2,000-2,500 രൂപയ്ക്ക് ഒരു നീഷ് പെർഫ്യൂം വാങ്ങുന്നതിന് തുല്യമാണ്, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ഞാൻ ഇത്രമാത്രം പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറേയേറെ പെർഫ്യൂം ട്രൈ ചെയ്തതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഏറ്റവും ഇഷ്ടം എനിക്ക് ഈ ഒരു പെർഫ്യൂം തോന്നാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതൊട്ടും സിന്തറ്റിക് അല്ല. സിന്തറ്റിക് പെർഫ്യൂമിനോട്, സിന്തറ്റിക് ക്ലോൺസിനോട് എനിക്കൊരു വെറുപ്പാണ്. കാരണം കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് മാറും. അത് ക്ലോൺസ് വാങ്ങിയവർക്ക് മനസ്സിലാവും. ഒറിജിനൽ ആയിട്ടുള്ള പെർഫ്യൂം അതിൻ്റെ ക്ലോണും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. മിക്കവാറും ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ സിന്തറ്റിക് ആകുമ്പോൾ ആ ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോറിംഗ് ആവും. പിന്നെ വേറൊന്നും വാങ്ങാനുള്ള ഒരു ടെൻഡൻസി തോന്നും. അതിൻ്റെ കാരണം സിന്തറ്റിക് ആയതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു പെർഫ്യൂം സിന്തറ്റിക് അല്ല, ഒട്ടും സിന്തറ്റിക് അല്ല. നാച്ചുറലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു കാരമലിൻ്റെ ആണെങ്കിലും ഹണിയുടെ നോട്ടാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു നോട്ട്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ പറയുന്ന ഓരോ നോട്ടും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്.
എനിക്ക് ഒരു എന്താ പറയുക, വിദേശത്ത് നിന്ന് കിട്ടുന്ന ചില ചോക്ലേറ്റൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഫീൽ, ആ ഒരു ഗൾഫിൽ നിന്ന് കിട്ടുന്ന ഈ പുറമേ ചോക്ലേറ്റും അകത്ത് ക്യാരമലൊക്കെ വരുന്ന കുറേ ചോക്ലേറ്റൊക്കെ ഉണ്ടല്ലോ, അത്തരം ചോക്ലേറ്റിൻ്റെയൊക്കെ ആ ഒരു ഫീൽ കിട്ടുന്നത് ഡ്രൈ ഡോണിലും മിഡിൽ നോട്ടിലൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇത്രയുമാണ് മണവും ലോങ്ജിവിറ്റിയും പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഞാൻ പറഞ്ഞ യൂണിസെക്സ് ആണ്. കാലാവസ്ഥ തണുപ്പുള്ള സമയത്ത് ഉപയോഗിക്കേണ്ട പെർഫ്യൂമാണ്. വിൻ്റർ ഫോൾ സീസണിലൊക്കെ യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. മഴ സമയത്തൊക്കെ യൂസ് ചെയ്യാം, വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യുക. ഓഫീസിലൊന്നും ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഓഫീസിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഇവൻറ്റ്സൊക്കെ നടക്കുന്ന സമയത്ത് യൂസ് ചെയ്യാം. യൂണിസെക്സ് ആണ്. യൂണിസെക്സ് വീണ്ടും ആവർത്തിക്കുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒക്കേഷനും കാലാവസ്ഥയും പ്രൊഡക്ഷനും ലോങ്ജിവിറ്റിയും എല്ലാം 10/10 ആണ്. അപ്പോൾ വില എനിക്ക് 2180 രൂപയ്ക്കാണ് 6 ഫ്രാഗ്രൻസസ് നിന്ന് കിട്ടിയത്. അതിനോടൊപ്പം തന്നെ അവർക്കൊരു ഡീഗൻറ്റും ഫ്രീ ആയിട്ട് തന്നു, സാമ്പിൾ ഫ്രീ ആയിട്ട് തന്നു. ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ അർമാനി അക്വാഡിജിയോ പ്രൊഫ്യൂമോടെ ക്ലോണാണ്. പ്രൊഫ്യൂമോടെ എക്സാക്ട് ക്ലോണാണ്. പക്ഷെ വളരെ ചീപ്പായിട്ടുള്ള സിന്തറ്റിക് സ്മെല്ല്. പ്രൊഫ്യൂമോയുടെ ആ ഒരു ക്വാളിറ്റി ഇല്ല, പക്ഷെ ആ മണം സെയിം തന്നെയാണ്. സെയിം 99% പ്രൊഫ്യൂമോടെ മണം തന്നെയാണ്. പക്ഷെ പ്രശ്നം സിന്തറ്റിക്കാണ്. വളരെ ചീപ്പ് സിന്തറ്റിക് ആയിട്ടുള്ള സ്മെല്ല്. ലോങ്ജിവിറ്റിയൊക്കെ ഉണ്ട്, അത്യാവശ്യം ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊഡക്ഷനും കുഴപ്പമില്ല, നിൽക്കുന്നുണ്ട്. പക്ഷെ സിന്തറ്റിക്കാണ്. വില 1800 ഉള്ളൂ. അപ്പോൾ അതെനിക്ക് ആ ഒരു ഡീക്കൻ്റായിട്ട് അവർ തന്നല്ലോ, അതൊരു വലിയ കാര്യം. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്യാൻ തന്നിട്ടുണ്ട് അവർ ഫ്രാഗ്രൻസിൽ നിന്ന്. മറ്റ് സൈറ്റിലൊക്കെ 2500 വില കാണിക്കുന്നത്. അവർ ഫ്രാഗ്രൻസിൽ ഇപ്പം ഓഫർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവർ ഫ്രാഗ്രൻസിൽ കയറി വാങ്ങാം. ജെന്യുവനാണ്. എനിക്കിതുവരെ പണി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വാങ്ങുക. സ്വീറ്റ് പെർഫ്യൂം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ധൈര്യമായിട്ട് വാങ്ങിക്ക്. എന്നെ വിശ്വസിച്ച് വാങ്ങിക്കാം. നമ്മുടെ ആ ഒരു വേവ് ലെങ്താണ് ഇതൊക്കെ ഉള്ളതെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിച്ച ഒരു പ്രശ്നവുമില്ല. പ്രൊജക്ഷൻ, കോംപ്ലിമെൻറ്റ്സ്, ലോങ്ജിവിറ്റി, പെർഫോമൻസ് എല്ലാം ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. നല്ല സ്വീറ്റായിട്ടുള്ള പെർഫ്യൂമാണ്. ഗുർമോൺ ടൈപ്പാണ്. വിശപ്പ് തോന്നിപ്പിക്കുന്നൊരു പെർഫ്യൂമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ ഒരു ലക്ഷറി പെർഫ്യൂം ഉപയോഗിച്ചൊരു ഫീലാണ്. മനസ്സിലായല്ലേ? നമുക്ക് അധികം സ്മെല്ല് ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ സ്മെല്ല് ചെയ്തിട്ടില്ലാത്ത ഒരു പെർഫ്യൂം. അപ്പോൾ നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഹാപ്പി ന്യൂ ഇയർ.